എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഒരു വ്യത്യസ്തമായൊരു കാര്യമാണ്. എപ്പോഴും ഞാൻ ചെടികൾ അല്ലെങ്കിൽ പച്ചക്കറികൾ, ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയൊക്കെയാണല്ലോ കാണിക്കുന്നത്. ഇന്ന് എനിക്ക് വ്യത്യസ്തമായിട്ടൊരു കാര്യം കാണിക്കണം എന്നാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തോന്നിയത്. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കരിയുള്ള പാത്രം എങ്ങനെ വെളുപ്പിക്കാം. നമ്മളിപ്പം സാധാരണ കേൾക്കുന്നത് ഇന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആണ് ഞാനിവിടെ ഇത് കാണിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ ഉപ്പ് കൊണ്ട് വൃത്തിയാക്കിയാൽ നല്ലതായിട്ട് നീറ്റാകും. അല്ലെങ്കിൽ പളപള തിളങ്ങുന്നതിന് പാത്രങ്ങൾ പളപള തിളങ്ങുന്നതിന് ഡിഷ് വാഷ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്തുവാ അവസാനം മണ്ണെണ്ണ വരെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ പിന്നെ ബേക്കിംഗ് സോഡ ഇതൊക്കെയാണല്ലോ നമ്മൾ സാധാരണ പാത്രം വെട്ടി തിളങ്ങാൻ വേണ്ടി നമ്മൾ സാധാരണ കാണുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെറും പച്ചവെള്ളം കൊണ്ട് നമുക്കെങ്ങനെ ഈ സ്റ്റീൽ പാത്രം, ഈ കരി പിടിച്ച സ്റ്റീൽ പാത്രം എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതാണ്. ഒരു സംഭവം ചേർക്കേണ്ട, പച്ചവെള്ളം മാത്രം കൊണ്ട് നമുക്ക് ഈ സ്റ്റീൽ പാത്രം എങ്ങനെ വെട്ടിത്തിളങ്ങാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളതിന് അതിശയിക്കുന്നുണ്ടാവും, അത് വെറുതെയാ, സാധാരണ ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് അവസാനം കുറേ സാധനങ്ങൾ വേണം, അത് വേണം, ഇത് വേണം അങ്ങനെയൊക്കെ പറയുന്നത്. ഇത് എൻ്റെ ചൂടുവെള്ളം പോലും പറയുന്നില്ല, വെറും പച്ചവെള്ളം കൊണ്ട് തന്നെ ഈ സ്റ്റീൽ പാത്രം നമുക്ക് വെട്ടിത്തിളങ്ങുന്നതാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ട് നോക്കൂ. ഇപ്പം നമ്മളുടെ ഈ പാത്രം ഓക്കെ, അതിൻ്റെ ഒരു പോയിൻ്റ് എടുക്കുന്നു. പോയിൻറ്റിൽ നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ കറക്കുന്നു. വട്ടത്തിൽ ഒരു ഒറ്റ പോയിൻ്റായിട്ട് എടുക്കുന്നത്, വട്ടത്തിൽ മാത്രമാണ് കറക്കുന്നത്. വട്ടത്തിൽ അവിടുന്ന് മാറരുത്. വട്ടത്തിൽ സ്റ്റീൽ ബൗൾ അതുകൊണ്ട് വട്ടത്തിൽ കറക്കുന്നു. നോക്കി, നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ആ പോയിൻ്റ് വൃത്തിയായി കഴിയുമ്പോൾ അടുത്ത വട്ടം, ഒരു വളയുടെ വട്ടം പോലും വേണ്ട, നമ്മുടെ ഒരു ചെറിയൊരു പൊട്ടിൻ്റെ വട്ടത്തിലാണ് നമ്മളിത് കണ്ടോ റൗണ്ടായിട്ട് കാണിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? തിളക്കം വരുന്നത് കാണുന്നുണ്ടോ? നോക്കി, ഇത്രയും ഭാഗം നോക്കി. ഞാൻ ഒന്നുമേ ഇതിൽ ചേർത്തിട്ടില്ല, ഒരു സോപ്പോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ ഈ വ്യത്യാസം നോക്കാമോ? സ്റ്റീൽ ബൗൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീൽ ബൗൾ കൊണ്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. നോക്കി വ്യത്യാസം, നോക്കി തിളക്കം കണ്ടോ? ഇങ്ങനെ ചുറ്റിനും ഉണ്ടോ തിളക്കം വന്ന് തുടങ്ങിയോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അത് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വട്ടം ആയിരിക്കണം. നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് പോലും വേണം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ. ഇപ്പം ഞാൻ ക്ലോക്ക് വൈസ് തന്നെയാണ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് തന്നെ ഈ വട്ടം അങ്ങോട്ട് ഇത്രയും ഇങ്ങനെ ചെറിയ പാർട്ടായിട്ട് എടുക്കുക എന്നുള്ളതാണ് വ്യത്യാസം. കാരണം ചിലപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങനല്ല, ശരിക്കും റൗണ്ടിൽ ഈ സ്റ്റീൽ ബൗൾ ഉപയോഗിച്ച് ചെറിയ രീതിയിൽ ക്ഷമയോടെ ഇരുന്ന് ഒരു ബലവും പ്രയോഗിക്കേണ്ട കേട്ടോ. ആർക്കും ചെയ്യാം. എത്ര കൈക്ക് ബലമില്ല, അല്ലെ കൈ കഴിക്കുന്നു, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു ബലവും കൊടുക്കാതാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് എന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഞാൻ നിങ്ങളുടെ അഭിപ്രായം കൂടെ കാണട്ടെ. ഓക്കെ, താങ്ക് യു.